മൂഷിക സ്ത്രീ വീണ്ടും മൂഷികയായി മാറിയ കഥ. NBT കോരൂർ കൊടുവള്ളി ത്വരീഖത്തിന്റെ നേതാവ് ഷാഹുൽ ഹമീദ് ഇത്രയും കാലം പ്രവാചകനാണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. NBT പുരോഹിതവർഗം അതിലെ വിശ്വാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് ഷാഹുൽ ഹമീദ് പ്രവാചകനാണെന്നും 34, 35, 36 കഴിഞ്ഞപ്പോൾ 37-മത്തെ പ്രവാചകനായി മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ 10 മടങ്ങ് കൂടുതൽ ശക്തിയോടുകൂടിയാണ് ഷാഹുൽ ഹമീദ് പിറവിയെടുത്തത് എന്നായിരുന്നു. അതുമാത്രമല്ല, ഷാഹുൽ ഹമീദ് പ്രവാചകന്മാരിലെയും തങ്ങൾമാരിലെയും രാജാവാണെന്നായിരുന്നു ഇവർ പാടിക്കൊണ്ടിരുന്നത്. അത് രഹസ്യ ക്ലാസുകളിൽ പറഞ്ഞു പഠിപ്പിച്ച് വിശ്വാസികൾക്കിടയിലേക്ക് പുരോഹിതന്മാർ ഇറക്കിക്കൊണ്ടിരുന്നു. ഷാഹുൽ ഹമീദ് പറയുന്നതാണ് ഖുർആനെന്നും ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആൻ വെറും മുസഫ് ആണെന്നും അത് മുഴുവൻ അബദ്ധങ്ങൾ ആണെന്നുമായിരുന്നു NBT പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ആഴ്ച മുതൽ പ്രവാചകൻ ഇല്ലാതായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഈ ആഴ്ച മുതൽ പ്രവാചകനെന്നോ ഗുരു എന്നോ രക്ഷിതാവ് എന്നോ മഹാത്മാവ് എന്നോ ഷാഹുൽ ഹമീദിനെ കുറിച്ച് പറഞ്ഞു പോകരുതെന്നാണ് അംഗങ്ങൾക്കുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. കാരണം ഈ കോമാളി പ്രവാചകനെ പണ്ടത്തെ കഥയിലെ രാജാവായ നീലക്കുറുക്കനെ കണ്ട് നാട്ടുകാർ അന്തം വിട്ട് നാട്ടുകാർക്കിടയിൽ പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണ് ഈ കപട പ്രവാചകൻ. ഇപ്പോൾ ഇവരുടെ പുരോഹിതന്മാർ അംഗങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് രഹസ്യമായി നിങ്ങളുടെ മനസ്സിൽ ഷാഹുൽ ഹമീദിനെ അല്ലാഹു, പ്രവാചകൻ, മഹാത്മാവ്, റസൂൽ, ഗുരു, രക്ഷിതാവ് എന്നീ നിലയിൽ കാണാം. എന്നാൽ മറ്റുള്ളവരോട് പറയുകയോ അറിയിക്കുകയോ ചെയ്യരുത് എന്നാണത്രേ. അതായത് NBT നേതാവ് പ്രവാചകനോ രക്ഷിതാവോ അല്ല, മറിച്ച് ഒരു തട്ടിപ്പുകാരനായ ഇക്കാക്ക മാത്രമാണെന്നാണ് ഇപ്പോഴുള്ള ഇവരുടെ പുരോഹിതവർഗത്തിന്റെ പുതിയ ഭാഷ്യം. നാട്ടുകാർ സത്യം വിളിച്ചു പറയുമ്പോൾ ഇയാൾ പറയും, എനിക്ക് മാത്രമല്ല പരിഹാസം കേൾക്കേണ്ടിവന്നത്, മക്കത്ത് വന്ന മുഹമ്മദ് നബിക്ക് വരെ അന്നത്തെ കാലത്ത് പരിഹാസം കേട്ടിട്ടുണ്ട് എന്നും എനിക്ക് ആയിട്ട് മാത്രം പരിഹാസം കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പ്രവാചകൻ ആവമായിരുന്നില്ല എന്നുമാണ്. അങ്ങനെയാണ് പഴയ പഞ്ചതന്ത്രം കഥയിലെ മുഷികയെ മനുഷ്യ സ്ത്രീയായി സന്യാസി അഥവാ NBT പുരോഹിതന്മാർ അവതരിപ്പിച്ചത്. പിന്നീട് മൂഷികയാണ് താനെന്നും തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അത് മാത്രമാണെന്നും മനസ്സിലാക്കിയ സ്ത്രീ വീണ്ടും മൂഷികയായി മാറി ഒരു മൂഷികനെ വിവാഹം ചെയ്ത് ജീവിച്ചു കാണിച്ചത്. ഇപ്പോൾ പ്രവാചകന് പുതിയ ബോധോദയം ഉണ്ടായിരിക്കുകയാണ്. താൻ മനുഷ്യനാണ്, മനുഷ്യർക്കിടയിൽ ജീവിക്കുകയാണ്, അതല്ലാതെ പ്രവാചകൻ, രക്ഷിതാവ് ഒന്നും താനല്ല, NBT യുടെ നേതാവ് മാത്രമാണെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇവരിലെ പുരോഹിതന്മാർ ഇനി ഇയാളെ ഏതെല്ലാം തരത്തിൽ കോമാളിയാക്കും എന്ന് നമ്മൾക്ക് കാത്തിരുന്നു കാണാം. ഈ പ്രസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ആവശ്യമില്ല എന്നും കുറച്ച് ആളുകളെ ആണ് നയിക്കാൻ സുഖമെന്നും പറയുന്ന ഈ ആൾ ദൈവം പിന്നെ എന്തിനാണ് ഭ്രഷ്ട് കൽപ്പിച്ചു പുറത്താക്കപ്പെട്ട ആളുകളുടെ കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും അവരെ കണ്ടാൽ മിണ്ടരുതെന്നും ഒരു സഹായവും ചെയ്യരുതെന്നും ഫോൺ നമ്പർ വരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചും കമ്മിറ്റികളിലൂടെ പാവങ്ങളെ വിരട്ടി പേടിപ്പിച്ചു പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്നത്? എന്നിട്ട് പിതിൽ ശൂന്യനായ മജീദ് മാസ്റ്റർ പ്രസംഗിച്ചു നടക്കുന്നതെന്താണെന്നറിയാമോ? അവർ പുറത്തു പോയവരാണ്, അവരെ ആരും വിശ്വസിക്കുകയില്ല. പുറത്തു പോയവരാരും തന്നെ നല്ല രീതിയിൽ ജീവിക്കുകയില്ല. അവരുടെ ഹൃദയം മുറിച്ചെടുത്തിരിക്കുന്നു. നിന്നെ ആര് വിശ്വസിക്കും മജീദേ? കുടുംബപരമായിട്ട് പെരുങ്കള്ളാനായ നിന്റെ ബാപ്പയെയും കൊപ്രക്കള്ളനായ പെരുങ്കള്ളൻ നിന്റെ അളിയനെയും ഇവിടെ എല്ലാവർക്കും പിന്നെ നാട്ടുകാർക്കും എല്ലാം അറിയാം. കള്ളന്റെ മകനായ നുണയന്മാരുടെയും കള്ളന്മാരുടെയും കുടുംബത്തിൽ പിറന്ന നീ പറയുന്നതാണോ പിന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഏപ്രിൽ 18 അതിരാവിലെ തന്നെ പല്ലുപോലും തേക്കാതെ കൊടുവള്ളിയിൽ നിന്നും കീഴ്ശ്ശേരി കമ്മിറ്റിയിൽ വന്നു. സിനിമ സ്റ്റൈലിൽ സ്റ്റേജിൽ കയറി. ഇല്ലാത്ത കാരണം പറഞ്ഞു അവരെ പുറത്താക്കിയതല്ലേ നിന്റെ നേതാവ് പ്രവാചകൻ. എന്നിട്ട് ഇപ്പോ പറയുന്നു അവരെ 6 കൊല്ലമായിട്ട് നോക്കിയിരുന്നിരിക്കുന്നു എന്ന്. നിന്റെ നേതാവ് 6 കൊല്ലമായിട്ട് എന്താ മാങ്ങ പറിക്കാൻ പോയതായിരുന്നു? NBT യുടെ അടിസ്ഥാന തത്വമായി ഇതുവരെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് 2 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് പള്ളിയിൽ പോകരുത്, മറ്റൊന്ന്
സംഘടനയിൽ വിശ്വാസമില്ലാതെ കലിമ ചൊല്ലി പോയവരുമായിട്ട് ഒരു കാരണവശാലും ബന്ധപ്പെടരുത് എന്നുമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് പുറത്താക്കിയ ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയും രാഷ്ട്രീയ പിൻബലത്തിനു വേണ്ടിയും ഇയാൾക്ക് കലിമ ചൊല്ലി പള്ളിയിൽ പോയവരെ വോട്ടും കൊടുത്ത് NBD യുടെ സ്റ്റേജിൽ വെച്ച് സൽക്കരിച്ചു ആനയിച്ച് കെട്ടിപ്പിടിച്ച് ഒരേ വേദി പങ്കിടേണ്ടി വന്നിരിക്കുന്നു. ഇതൊന്നും ഒരു തെറ്റല്ല. എന്നാൽ ഇയാളുടെ കാര്യലാഭത്തിന് ഇയാൾ എന്ത് ചെറ്റത്തരവും ചെയ്യും. ഇയാൾക്ക് ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു അംശം ശക്തി ഉണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് പൊതുസമൂഹത്തെയും നാട്ടുകാരെയും ഇന്ത്യൻ നിയമത്തെയും പേടിക്കുന്നത്? ഓന്തു നിറം മാറും പോലെയാണ് ഇയാളുടെ സ്വഭാവം. ഓന്തിനെ പോലും നാണിപ്പിക്കല്ലേ ഗുരുജി.